Hi, hello once again, welcome back to our channel c&svlog. നമുക്ക് മാസ്ക് വെച്ചിട്ട് ഒരു കിടിലൻ ഗിഫ്റ്റ് ചെയ്തെടുത്താലോ? അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മാസ്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ രണ്ട് കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മൾ രണ്ട് പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു വൈറ്റ് കളറിലെയും ബ്ലൂ കളറിലെയും പീസസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ പീസും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞാന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബഡ്സ് വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലുള്ള കോട്ടൺ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ അത് കളയൊന്നും വേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കണേ. അതിൻ്റെ എൻഡിലേക്കായിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒരു മിനി ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്ലൂ കളറിലെ കുറച്ച് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്ത രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബഡ്സിലേക്ക് ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബഡ്സിൻ്റെ കോട്ടണുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ പെയിൻറ്റ് അടിച്ച് കൊടുക്കുക. കാണാനായിട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവാനായിട്ടാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ക്യൂട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു 5 കുഞ്ഞ് ഫ്ലവേഴ്സാണ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തേക്കുന്നത്. വേണമെങ്കിൽ കുറച്ചുകൂടി അധികം ചെയ്തെടുക്കാം. പിന്നെ ഞാനിപ്പോൾ 3 വൈറ്റും പിന്നെ 2 ബ്ലൂ കളറാണ് എടുത്തേക്കണേ. ഇനി നമ്മുടെ ഫ്ലോറൽ ടേപ്പ് എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 5 എണ്ണവും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് ബ്രൗൺ പേപ്പറാണ് വേണ്ടത്. അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ പേപ്പർ കിട്ടുമല്ലോ, അതൊന്നും ആരും കളയണ്ട കേട്ടോ. അതിൽ നിന്നൊരു കുഞ്ഞൻ പീസ് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പലണ്ടിയൊക്കെ പൊതിഞ്ഞ് കൊടുക്കില്ല ഇങ്ങനെ കോൺ ഷേപ്പിലായിട്ട്, അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കുഞ്ഞൻ ഫ്ലവേഴ്സ് അതിനുള്ളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ മാസ്കിൻ്റെ ഒരു പീസ് തന്നെയാണ്. അതിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അതിങ്ങനെ ഒന്ന് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്തതല്ല, ഒരു ഹൂപ്പ് മേലായിട്ടുണ്ടായിരുന്നത് പറിച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇതേ ഒരു കുഞ്ഞൻ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാസ്ക് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.